കണ്ണൂർ പിലാത്തറയിലെ കാർ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കണ്ണൂർ മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളിലേക്ക് നീളുന്നു. അക്രമി സംഘം മഹാരാഷ്ട്ര സ്വദേശികളുടെ കാറിനൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറിൽ നിന്ന് കവർന്നത് 1/2 കോടിയിലധികം രൂപയാണ്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അജീഷ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ പിലാത്തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ കാർ, അതിന്റെ പിന്നിലുള്ള ദുരൂഹത നീക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എന്തായാലും ഇപ്പോൾ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കാർ ആക്രമിച്ച് സ്വർണവും പണവും കവർന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ ദൃശ്യങ്ങളാണ്. ഒപ്പം ഈ പിന്നിൽ ആക്രമിക്കപ്പെട്ട കാറിന്റെയും ദൃശ്യങ്ങൾ കാണാം. ഇത് കണ്ണൂരിലെ ഈ പിലാത്തറയ്ക്ക് അടുത്തുള്ള എടാട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യം കാണുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ കഴിയുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ഈ എടാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഇന്നോവ കാർ, ചാരനിറത്തിലുള്ള ഇന്നോവ കാർ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വാഹനം ഈ മാരുതിയുടെ കാറിന്റെ പിന്നിൽ പോയി അത് ഇടിച്ച ശേഷം അതിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കി വലിച്ചിറക്കിയ ശേഷമാണ് ഈ കാറുമായി അവർ കടന്നു കളഞ്ഞത്. ഈ വാഹനത്തിനുള്ളിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിൽ 55 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നതായിട്ടാണ് ഈ ആളുകൾ പോലീസിന് നൽകിയ മൊഴി. ഈ കാറിന്റെ ഉടമസ്ഥനായ അശോക് യശ്വന്ത്, ഇദ്ദേഹവും ഈ മഹാരാഷ്ട്രയിൽ ഈ കുടുംബത്തിനൊപ്പം നേരത്തെ പോയിരുന്നു. അവർ ഈ കുടുംബത്തെ മാത്രം, അതായത് ഈ കുമാർ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന കുമാർ ജലന്ധർ സിംഗ് നിഗം എന്ന പറയുന്ന ആളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മറ്റൊരു ഡ്രൈവർ സച്ചിൻ എന്ന പേരുള്ള ഡ്രൈവറെയും ഈ കാറിൽ കയറ്റി ഇങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു. ഈ അശോക് യശ്വന്ത് പിന്നീട് ഒറ്റയ്ക്കാണ് അവിടുന്ന് തിരിച്ചു വന്നത്. ഇയാളെയും പ്രത്യേകമായി പോലീസ് മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല ഈ കുടുംബത്തിന്റെയും ഇത് കാറിനകത്തുണ്ടായിരുന്ന സ്ത്രീയുടെയും കുട്ടികളുടെയും ആ മൊഴി പോലീസ് രേഖപ്പെടുത്തും. എന്തായാലും ഇതിന് പിന്നിൽ ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മലപ്പുറം, കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൊട്ടിക്കൽ സംഘം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിലവിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇവർക്ക് ഇതിനകത്തുണ്ടായിരുന്ന സ്വർണം വിറ്റു കിട്ടിയ പണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും ഇന്നോവ കാറിനെയും അതിനകത്തുണ്ടായിരുന്നവരെയും കണ്ടെത്താനാണ് പോലീസ് നീക്കം. 6 പേരുണ്ടായിരുന്നു എന്നാണ് ഈ കാറിനകത്തുണ്ടായിരുന്നവർ, ഈ നേരത്തെ ഈ കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. താങ്ക് യു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.